ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പുത്തിശ്ശേരി അയ്യപ്പ വിളക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ട്യൂഷൻ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫാൻസി കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കാരണം ഇന്ന് ഞങ്ങൾ വിളക്കിന് താലെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അവളില്ല. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ഈ കടയ്ക്ക് വരുന്നത് കമ്മലിൻ്റെ കളക്ഷൻസ് നോക്കാനാണ്. കാരണം എനിക്ക് ജിമിക്കീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കളക്ഷൻസ് നോക്കാനും ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് വാങ്ങാറൊക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്തുള്ള കടയെ കാരണം ഞങ്ങൾക്ക് കയ്യിലും എളുപ്പമാണ്. അപ്പോൾ ഇവിടുത്തെ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ നടന്നപ്പോൾ നമ്മുടെ പുത്തിശ്ശേരിയിൽ കളിപ്പാട്ടക്കട വന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ അതും വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ മുതുവറ പൂക്കടയിൽ ചെന്നിട്ട് പൂ പറഞ്ഞു. അവിടെ പോയിട്ട് അപ്പന്നെ പറയുണ്ടായിരുന്നുള്ളൂ. കാരണം മാലൊന്നും കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരാളെ കൊണ്ട് അപ്പം തന്നെ കോർത്തിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടാ. അപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂമിന് അരളിയും തുളസിയായിരുന്നു കുറച്ചുകൊണ്ട് മാച്ച്. അപ്പോൾ ഞങ്ങൾ അതാണ് സെറ്റാക്കിയത്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ പരിപാടി നടക്കുന്നതിൻ്റെ അവിടേക്ക് പോയിട്ടോ. അത് ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പായസമൊക്കെ ഇളക്കി നിൽക്കുന്ന സമയമൊന്നും പായസമൊന്നും അങ്ങനെ ആയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ എൻ്റെ കല്ലിക്കണത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്, സ്പ്രിങ്കിളാണ്. അപ്പോൾ ഞാനവളും നല്ല ബോണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പായസം ഇളക്കാണ്. ഈ പായസം നാശമായി ഞാനല്ല കേട്ടോ ഉത്തരവാദി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പേർക്കൊക്കെ സദ്യയൊക്കെ വിളമ്പി, എന്നിട്ട് ഞങ്ങൾക്കും വിളമ്പിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം സ്പ്രിങ്ങിൻ്റെ ഒപ്പം കളിക്കാനൊക്കെ നിന്നു. എന്നിട്ട് വീണ്ടും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ താലെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാനുണ്ട്, അനുവിൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ അർച്ചനയുടെ അനീത്തി ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ താലെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലുക്കൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ അമ്പലത്തിൽ ഒരു 6:30 ആകുമ്പോൾ എത്തണം. അപ്പോഴാണ് ചെറിയ രീതിയിൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ടൈമിങ്ങിന് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് വാഴൊക്കെ വെച്ചുണ്ടാക്കിയ അമ്പലം. അപ്പോൾ അവിടെ വന്ന് നമ്മൾ തൊഴുതിട്ടാണ് പോവുക. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മലയ്ക്ക് പോണ അയ്യപ്പ സ്വാമികളുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താലെടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോകാൻ കേട്ടോ ഓട്ടോയിൽ. അപ്പോൾ ഇവിടെ വിഷ്ണുവിൻ്റെ അമ്പലത്തിലായിരുന്നു താലം എടുക്കണ്ടായിരുന്നു. അവിടെ നിന്ന് വേണം നമ്മുടെ പുത്തിശ്ശേരി നേരത്തെ കാണിച്ച അമ്പലത്തിലോട്ട് എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വാമിമാരുടെ വക പാട്ടും അങ്ങനെ ഒരുവിധ പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ താലൊക്കെ എത്തി. അപ്പോൾ എനിക്കറിയുന്ന ആൾക്കാർ വളരെ കുറച്ചൊക്കെ തന്നെയായിരുന്നു. ബാക്കി ഫുൾ അമ്മമ്മമാർ, ആൻറ്റിമാർ, ആ ഒരു പ്രായക്കാർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും എന്താ പറയുക, താലം കിട്ടിയതിൻ്റെ സന്തോഷം ഇവിടെ തന്നെ വെച്ച് കാണാണ്ട്. കാരണം കുറച്ച് ലേറ്റായി കേട്ടോ, 7 മണിക്കായി ഇവിടെ നിന്ന് തുടങ്ങാനായിട്ട്. സാധാരണ 6:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ തുടങ്ങണതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ എടുത്തൊരു വീഡിയോ ആണിത്. എങ്ങനെയുണ്ടെന്ന് പറയാം. ഇന്നത്തെ ലുക്ക് തന്നെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അത്യാവശ്യം റോട്ടിലൊക്കെ എത്തുമ്പോൾ ആണ് ഞാൻ ഓരോരോ ഷോർട്ട്സ് ആയിട്ട് എടുക്കുന്നത്. കാരണം നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഫുള്ള് റോഡ് മോശവും അല്ലെങ്കിൽ ഫുൾ തിക്കുന്നിരിക്കുമ്പോൾ ഇളയ കാരണം അങ്ങനെ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ പറ്റുന്നത് ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്. അരവക ഡാൻസും പിന്നെ അല്ലാണ്ട് ബാക്കിലൊക്കെ ആയിരുന്നു കൊട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പരിപാടിയായ കാരണം എനിക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഇതിനായിട്ടും കുറേ ഉണ്ട് കേട്ടോ ബാക്കിലൊക്കെ. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ആചാരം കൂടിയാണിത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലെ വിളക്ക് കൊണ്ട് വയ്ക്കും, മീൻസ് താലം കൊണ്ട് വയ്ക്കും. അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കുറച്ച് ചെറിയ രീതിയിലൊക്കെ വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വക കൊട്ടും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവിടെ പുത്തിശ്ശേരി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകിട്ടുണ്ട്, ഒരു 11:30 ആയി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താലൊക്കെ കൊണ്ടുവച്ച് ഓടി പരിപാടി കാണാൻ വന്നേക്കായിരുന്നു. ഒരു പിള്ളേരൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് സദ്യയൊക്കെ ഉണ്ട്. നൈറ്റ് പായസമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കും അത് 12 മണിക്ക്, വേറെ ഒന്നുമല്ല. നമ്മുടെ പരിപാടി 12 മണിക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ്. അവിടെ പോയിട്ട് ഔട്ടർ പറയാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പറയുന്നത്. സോ ലുക്കും കാര്യമൊക്കെ എങ്ങനെയാണെന്ന് പറയാം. സോ അയ്യോ, ആദ്യമായിട്ട് ഈ നേരം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അയ്യോ, എൻ്റെ ബാഗ് സാധനമൊക്കെ അവിടെ എനിക്ക് നാളെ പോയിട്ട് തെറ്റാം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതെന്താ എനിക്ക് വീട്ടിൽ പോയിട്ട്